നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ട്രാക്ക് ചെയ്യാൻ വനം വകുപ്പ് ശ്രമം തുടങ്ങി. ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾ കടുവയെ കണ്ടത് ഗ്രാമ്പി വെടിക്കുഴിയിൽ. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. വണ്ടൻമേട് ചേറ്റുകുഴിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ മോഷണം. മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയത് ടൗണിലെ പൊന്നു സ്റ്റോഴ്സിൽ നിന്ന്. സംഭവത്തിൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ജീവനക്കാരനായ അജിത് കുമാറിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചറ ആനപ്പാറയിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി. കേരള ചരിത്രത്തിന്റെ പ്രാധാന്യമർഹിക്കുന്ന കണ്ടെത്തൽ. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ ഗവേഷണത്തിൽ പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ലഭിച്ചതായി അധികൃതർ. വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളമെത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്ന ആവശ്യം. വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യം. ഏതാനും ചിലയിടങ്ങളിൽ പേരിനെങ്കിലും വെള്ളം ലഭിക്കുന്നുവെങ്കിലും പൈപ്പും ടാപ്പും സ്ഥാപിച്ച മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകൾ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ട്രാക്ക് ചെയ്യാൻ വനം വകുപ്പ് ശ്രമം തുടങ്ങുന്നു. ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ഗ്രാമ്പി വെടിക്കുഴിയിലാണ് കഴിഞ്ഞ 2 ദിവസമായി പ്രദേശവാസികൾ കടുവയെ കണ്ടത്. കടുവ കൂട്ടിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എരുമേലി റേഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കടുവ കൂട്ടിൽ അകപ്പെടുമെന്നായിരുന്നു വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതുണ്ടാകാതെ വന്നതോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷണം ആരംഭിച്ചത്. എന്നാൽ കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് ഇനിയുമായിട്ടില്ല. സ്കൂളും വീടുകളും ഉള്ളതിനാൽ പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. കാലിന് പരിക്കുള്ളതിനാൽ കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ പറഞ്ഞു. ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു റോഡും സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം കടുവ കൊടുക്കുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വഴി അവരെല്ലാവരും സഹകരിക്കുന്നു. തോട്ടം അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോംബ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. കടുവ കയറിപ്പോയ കാടിനുള്ളിൽ ഇറങ്ങി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്ന് കടുവയുടെ കാൽപ്പാടുകളും മറ്റും ലഭിച്ചിട്ടുണ്ട്. കടുവ കയറിപ്പോകാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്താനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 30ഓളം വനപാലകരും വെറ്റിനറി സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നിരീക്ഷണം നടത്തുന്നത്. രാത്രികാലങ്ങളിലും പുലർച്ചെയും ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മൂന്നാർ കടലാറിൽ വൈകിട്ടോടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. പ്രദേശവാസിയായ ഷൺമുഖവേൽ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. കടലാർ ഫീൽഡ് നമ്പർ 15-ലാണ് സംഭവം നടന്നത്. പ്രദേശവാസിയായ ഷൺമുഖവേലിനാണ് പരിക്കേറ്റത്. മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ ഷൺമുഖവേൽ കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുകയായിരുന്നു. കാട്ടുപോത്ത് ഷൺമുഖവേലിനെ ദൂരേക്ക് തട്ടിയെറിഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു. പോത്തിന്റെ ചവിട്ടേറ്റ ഇയാളുടെ വയറിന് പരിക്കു സംഭവിച്ചു. ഷൺമുഖവേൽ ബഹളമുണ്ടാക്കിയതോടെ കാട്ടുപോത്ത് പിൻവാങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. கீழே போட்டு இவன் சவுண்டு போட்டு மேலே ஏறி மிதிக்கிட்டு இவனை விட்டு ஓடி போச்சு. அந்த நேரம் 3:39 மணி அளவில் எனக்கு ஃபோன் பண்ணான். ஃபோன் பண்ணி என்ன இடம் தெரியாமல் நானும் ஓடி தவிச்சு கடைசியில் இந்த இடத்துல தான் இருக்கேன், என்னால் நடக்க முடியலன்னு சொல்லணும். அங்கே கடை மோகன் ஆட்டோ ஜீப்பு கொண்டு வந்தார். அவரை வச்சு போய் நாங்கள் தோளத்தில் போய் தேடி தான் தூக்கிட்டு வந்தோம். തുടർന്ന് ഷൺമുഖവേൽ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച വിവരമറിയിച്ചു. ശേഷം നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി പരിക്കേറ്റ് കിടന്ന ഷൺമുഖവേലിനെ കണ്ടെത്തുകയും മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇയാളുടെ വയറിന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം. വണ്ടൻമേട് ചേറ്റുകുഴിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ മോഷണം. ടൗണിലെ പൊന്നു സ്റ്റോഴ്സിൽ നിന്നുമാണ് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയത്. സംഭവത്തിൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ജീവനക്കാരനായ
അജിത് കുമാറിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുകുഴി ടൗണിലുള്ള പൊന്നു സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത്. കടയുടമ സാബു പുറത്തേക്കിറങ്ങിയ സമയത്ത് കളക്ഷൻ ഏജന്റായ അജിത് കുമാർ കടയുടെ മുൻവശത്ത് നിൽക്കുന്നതായി കണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം കടയിലെത്തിയ ഡെലിവറി വാഹനത്തിൽ പണം കൊടുക്കുന്നതിനായി മേശയിൽ നോക്കിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം ഉടമ സാബു അറിയുന്നത്. തുടർന്ന് CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മേശയുടെ ഡ്രോയിൽ നിന്നും പണം മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതായി കണ്ടത്. സ്ഥിരമായി ഈ ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ കളക്ഷന് എത്താറുള്ളതിനാൽ ഇയാളെ കണ്ടുപരിചയമുണ്ടായിരുന്നു. തുടർന്ന് വണ്ടൻമേട് പോലീസിൽ വിവരമറിയിച്ച ശേഷം ഇവർ കട്ടപ്പനയിലെ അജിത് കുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി ഇയാളെ തിരിച്ചറിഞ്ഞു. തൊട്ടുപിന്നാലെ വണ്ടൻമേട് പോലീസും സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സ്ഥാപനത്തിന്റെ ടോയ്ലറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇയാൾ മോഷ്ടിച്ച 10,000 രൂപയും പോലീസ് കണ്ടെടുത്തു. കടയിൽ നിന്നും ഇതിനു മുമ്പും പണം മോഷണം പോയിട്ടുള്ളതായി കടയുടമ സാബു പറഞ്ഞു. കൊച്ചറ ആനപ്പാറയിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ ഗവേഷണത്തിലാണ് കേരള ചരിത്രത്തിന്റെ പ്രാധാന്യമർഹിക്കുന്ന കണ്ടെത്തൽ. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ലഭിച്ചതായി അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദിമ മനുഷ്യർ താമസിക്കാനായി നിർമ്മിച്ചതെന്ന് കരുതുന്ന നിർമ്മിതികൾ, മൺപാത്രങ്ങൾ, ടെറക്കോട്ട ഡിസ്കുകൾ, ഇരുമ്പ് ഉൽപാദനത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പയിര്, ക്രൂസിബിൾ, ഇരുമ്പ് ഉൽപാദന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിവിധ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. ഇവയ്ക്ക് പുറമെ കാർണീലിയൻ, ബാൻഡഡ് ആഗേറ്റ്, ഇൻഡോ പസഫിക് ഗ്ലാസ് മുത്തുകൾ, ഇരുമ്പിൽ നിർമ്മിച്ച വിവിധതരം അമ്പുമുനകൾ, കത്തികൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന ചരിത്രകാല മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായിരിക്കണമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ 2024 ഡിസംബർ 3 മുതൽ 2025 ഫെബ്രുവരി 28 വരെയാണ് ഖനനം നടത്തിയതെന്ന് KCHR ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് പ്രാചീന ചരിത്രകാലത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ പ്രാചീന ചരിത്രകാലത്തെ മനസ്സിലാക്കാൻ നമുക്ക് നിലവിൽ തന്നെ തെളിവുകളുണ്ട്. പ്രത്യേകിച്ചിട്ടും മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്ന തെളിവുകളാണ്. അത് ഈ സ്ഥലത്തിന് ചുറ്റും ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആനപ്പാറയ്ക്ക് തൊട്ടടുത്ത് 150 മീറ്റർ മാറിയിട്ട് തന്നെ നമുക്ക് പ്രാചീന ചരിത്രകാലത്തെ മനുഷ്യൻ ജീവിച്ചതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടണം. അവർ മരിച്ചാൽ അവരടക്കം ചെയ്യുന്നതിന്റെ ചില തെളിവുകളായിട്ടുള്ള നന്നങ്ങാടികൾ, സിസ് ബറിയൽസ്, മെൻഹിർ പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇതിന് ചുറ്റുവട്ടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യവാസത്തെ സംബന്ധിച്ച നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ മുമ്പ് കണ്ടെത്തിയിരുന്നില്ല. അതിനാൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ T രാജേഷാണ് ആനപ്പാറയെക്കുറിച്ച് ആദ്യമായി വിവരം നൽകിയതെന്നും അധികൃതർ പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ആ കാലഘട്ടത്തിലെ നമ്മൾ ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2500 വർഷമെങ്കിലും പഴക്കമുള്ള കാലഘട്ടമാണെന്ന് പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് കൊങ്ങുചേരാസ് എന്ന് പറയുന്ന ഈ ചേരന്മാരുടെ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ ഈ നമ്മുടെ പഴയകാല നമ്മുടെ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ പറയുന്നത് ഇത് നമ്മുടെ ഇന്ന് കാണുന്ന പോലെ തന്നെ ഒരു ദേശരാഷ്ട്രത്തിന് സ്വഭാവമുള്ള ഒരു ഭരണാധികാര രീതി ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു രാജാവും അയാളെല്ലാം കൂടെ അടക്കി ഭരിക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ല. ഇവർക്ക് അതേസമയം തന്നെ ചില മൂപ്പന്മാരെ പോലുള്ള ചില പെറ്റി പ്രിൻസസിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു ആസ്ഥാന സ്വഭാവമുള്ള സ്ഥലമാണെന്നുള്ള കണക്കൂട്ടലാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചില്ലാർകോവിൽ, രാജാക്കണ്ടം, ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറകളും കണ്ടെത്തിയിട്ടുണ്ട്. ആനപ്പാറയിലെ തെക്കുനിന്നും വടക്കോട്ട് നീണ്ടു നിൽക്കുന്ന പരന്ന വലിയ പാറയും അതിന്റെ തുടർച്ചയായുള്ള ചെരിഞ്ഞ പ്രദേശത്തുമാണ് പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. KCHRലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ ദിനീഷ് കൃഷ്ണൻ, തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സെൽവകുമാറിന്റെയും നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 20-ലേറെ പുരാവസ്തു ഗവേഷകരും പങ്കെടുത്തു. വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളമെത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്ന ആവശ്യം. വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യമുണ്ട്. ഏതാനും ചിലയിടങ്ങളിൽ പേരിനെങ്കിലും വെള്ളം ലഭിക്കുന്നുവെങ്കിലും പൈപ്പും ടാപ്പും സ്ഥാപിച്ച മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ലെന്നാണ് ആരോപണം.
വീടുകളിൽ വെള്ളമെത്തിക്കാൻ ലക്ഷ്യമിട്ട് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും നാളുകളായി. മാസങ്ങൾക്ക് മുമ്പ് പലയിടത്തും പ്രധാന പൈപ്പുകളും വീടുകളിലേക്കുള്ള സപ്ലൈ പൈപ്പുകളും സ്ഥാപിച്ചു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിപ്പോൾ വെള്ളത്തൂവൽ ചെട്ടിയാഴ്ചപ്പടി മേഖലയാണ്. നമുക്കിതുവരെ ഇവിടെ വെള്ളം എത്തിയിട്ടില്ല. ടാപ്പും മീറ്റർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആകെ ഇത്ര ഇവിടെ ചെയ്തിട്ടുള്ളൂ. എന്താ അതിന് കാരണമെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിൽ സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളം എത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ, ശല്യാമ്പാറ, പൂത്തല നിരപ്പ് തുടങ്ങി പഞ്ചായത്തിലെ ചിലയിടങ്ങളിൽ കുടിവെള്ള ലഭ്യതയ്ക്കായി വലിയ പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയുണ്ട്. വേനൽ കനത്തതോടെ ഇവിടങ്ങളിൽ നിന്നൊക്കെയും പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമുയരുന്നതായും നാട്ടുകാർ പറയുന്നു. നമ്മുടെ വെള്ളത്തൂവൽ പഞ്ചായത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കാനുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജലജീവൻ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. കോടിക്കണക്കിന് രൂപ മുടക്കി പൈപ്പുകൾ സ്ഥാപിച്ച് കണക്ഷൻ കൊടുത്ത് മീറ്റർ വെച്ച് പോയതല്ലാതെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ഏറല്ലാതെ വെള്ളം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. ചുട്ടു പൊള്ളുന്ന ഈ വെയിലത്ത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന കോടികളുടെ പദ്ധതി എങ്ങുമെത്താതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അടിയന്തരമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ഇതിന് അന്വേഷണം വേണം. ഉടൻ തന്നെ ഈ മേഖലയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന എല്ലാ വീട്ടുകാർക്കും, പ്രത്യേകിച്ച് കല്ലാർകുട്ടി, ശല്യാമ്പാറ, വെള്ളത്തൂവൽ, പൂത്തല നിരപ്പ്, വെസ്റ്റ് വെള്ളത്തൂവൽ ഭാഗത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് വെള്ളമെത്തിക്കുവാൻ വേണ്ട അടിയന്തര നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കണം. പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകളിൽ പദ്ധതി പ്രകാരം പേരിനെങ്കിലും വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ പദ്ധതിക്കായി പൈപ്പുകളടക്കം സ്ഥാപിക്കേണ്ടതുണ്ട്. മെല്ലപ്പൊക്ക് അവസാനിപ്പിച്ച് പഞ്ചായത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പദ്ധതി പ്രകാരം കുടിവെള്ളമെത്താൻ സാഹചര്യമൊരുക്കണമെന്നാണ് ആവശ്യം. വ്യത്യസ്ത സമരവുമായി മേലേച്ചിനാറിൽ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം. സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിനെതിരെയാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പിന്നോട്ട് നടന്ന് പ്രതിഷേധിച്ചത്. 500ഓളം വരുന്ന നാട്ടുകാരാണ് 3 കിലോമീറ്ററോളം പിന്നോട്ട് നടന്നത്. 2017 സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ 85.65 കോടി രൂപയാണ് നത്തുകല്ല് കല്ലാർകുട്ടി റോഡിനായി അനുവദിച്ചത്. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് വർഷം 8 കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കുവാനോ പ്രാഥമിക നടപടികൾ പോലും പൂർത്തീകരിക്കുവാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വെട്ടിക്കാമറ്റം മുതൽ മേലേച്ചിനാർ വരെയുള്ള ഭാഗമാണിപ്പോൾ അപകടകരമായ അവസ്ഥയിലുള്ളത്. വീതി കുറഞ്ഞതും റോഡിൽ അഗാധ ഗർത്തങ്ങളും അപകടകാരികളായി മാറുന്നു. 2017 പ്രഖ്യാപന സമയം കിഫ്ബിയുടെ സഹായത്താൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ യാതൊരു നടപടികളും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മേലേച്ചിനാർ കേന്ദ്രീകരിച്ച് പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് പിന്നോട്ട് നടന്ന പ്രതിഷേധിച്ചത്. വർഷക്കാലത്തോളമായി ഇവിടെ കുടിയേറ്റ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറയാണ് ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാർക്കും സുഗമമായ ഒരു യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ പഠന സൗകര്യങ്ങളോ പഠിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളോ നമുക്കിവിടെ ഒരിക്കലും ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 2017 വർഷം ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA MM മണി അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ച കിഡ്ഫി റോഡ്, നത്തുകല്ല് കല്ലാറുകുട്ടി റോഡ്, ആ റോഡ് നമുക്ക് അനുവദിച്ചപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ അതിനെ കൈയടിച്ച് സ്വീകരിച്ചവരാണ്. പക്ഷേ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ടും അതിന് യാതൊരുവിധ നടപടികളും നടത്താതെ അതോടൊപ്പം കേരളത്തിൽ പ്രഖ്യാപിച്ച മുഴുവൻ റോഡുകളും പണികൾ പൂർത്തിയാകുകയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്നും ഞങ്ങൾ ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടിക്കും പണി വരുത്തി ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഈട്ടിത്തോപ്പിന് സമീപത്തു നിന്നുമാണ് 3 കിലോമീറ്റർ ദൂരം 500ഓളം വരുന്ന നാട്ടുകാർ പിന്നോട്ട് നടന്നത്. 60 വർഷം പഴക്കമുള്ള റോഡ് കുടിയേറ്റ കാലത്തിന്റെ സ്മാരകമെന്നും ചുറ്റുപാടുമുള്ള നാട് പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ഈ മേഖലയെ വികസന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്ന സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് പിന്നോട്ട് നടന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ഫാദർ സക്കറിയാസ് കുമ്മണ്ണുപറമ്പിൽ, സജി പേഴുത്തുവയലിൽ, ഫാദർ ലിബിൻ മനക്കലെടുത്ത, രാഹുൽ കിളികുത്തിപ്പാറ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പ്രതിഷേധ പരിപാടികൾക്കൊപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണവും നടത്താനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം.
മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം. സഞ്ചാരികളെ ജീപ്പിലിരുത്തിയാണ് ഡ്രൈവർ വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ചത്. സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ജീപ്പ് കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് മുമ്പോട്ട് പോകുന്നതായാണ് വിവരം. മാട്ടുപ്പെട്ടി റോഡിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിനോദസഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർ അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടം ക്ഷണിച്ചു വരുത്തും വിധമായിരുന്നു റോഡിലൂടെയുള്ള ജീപ്പ് യാത്ര. ഡ്രൈവർ നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് വന്നു. വാഹനത്തിന്റെ നമ്പർ ദൃശ്യത്തിൽ വ്യക്തമായിരുന്നില്ല. പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വാഹനവും ഡ്രൈവറെയും കണ്ടെത്തി. നിയമലംഘനത്തിന് പിഴ ഈടാക്കി. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുമ്പോട്ട് പോകുന്നതായാണ് വിവരം. പലപ്പോഴും വാഹനത്തിലുള്ള വിനോദസഞ്ചാരികളെ ഹരം കൊള്ളിക്കുന്നതിനായാണ് ഇത്തരത്തിൽ സഫാരി വാഹനമോടിക്കുന്നവർ അതിസാഹസത്തിന് മുതിരുന്നത്. പുതിയ അഡ്മിഷൻ സജ്ജീകരണങ്ങളുമായി കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് അടുത്ത അധ്യയന വർഷം മുതൽ BSW കോഴ്സ് ആരംഭിക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും കായിക മാനസിക വികാസത്തിനും വിവിധ പദ്ധതികളും കോളേജ് ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom കോർപ്പറേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ്, BA ഇക്കണോമിക്സ്, BSc സൈക്കോളജി മുതലായ 8 ബിരുദ കോഴ്സുകളും MCom, MSW എന്നീ 2 ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമാണ് കോളേജിൽ നിലവിലുള്ളത്. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ തീരുമാനപ്രകാരം BSW ആരംഭിക്കുന്നതാണ്. ഈ കോഴ്സുകൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യം വിപുലമാക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ഓരോ കോഴ്സിൽ നിന്നും ഒന്നിലധികം വൈവിധ്യമാർന്ന ആഡ് ഓൺ കോഴ്സുകളും അതുപോലെ സ്വയം കോഴ്സുകളും ബ്രിഡ്ജ് കോഴ്സുകളും ഒരുക്കിയാണ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ തീരുമാനപ്രകാരം BSW കോഴ്സ് കൂടി ആരംഭിക്കുന്നതാണ്. ഈ കോഴ്സുകൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യവും വിപുലമാക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ഓരോ കോഴ്സിൽ നിന്നും ഒന്നിലധികം വൈവിധ്യമാർന്ന ആഡ് ഓൺ കോഴ്സുകളും അതുപോലെ സ്വയം കോഴ്സുകളും ബ്രിഡ്ജ് കോഴ്സുകളും ഒരുക്കിയാണ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്, കൌൺസിലിംഗ്, മോറൽ എഡ്യൂക്കേഷൻ എന്നിവയും കോളേജിന്റെ അക്കാദമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തെ സുഗമമാക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരമുള്ള ലൈബ്രറി, ലാബ്, ടെക്നോളജി സംബന്ധമായ വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻക്യുബേഷൻ സെന്റർ, വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ നൈപുണ്യ വികസനത്തിന് അത്യാധുനിക രീതിയിലുള്ള ജിംനേഷ്യം, ക്യാന്റീൻ സൗകര്യം എന്നിവയും വിദ്യാർത്ഥികൾക്കായി കോളേജ് അധികൃതർ ഒരുക്കിയിരിക്കുന്നു. നല്ല ഒരു മൾട്ടി ജിം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ സ്പോർട്സിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് വന്ന് നിന്ന് പഠിക്കാനായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ക്യാന്റീൻ സൗകര്യം എല്ലാം ക്രൈസ്റ്റ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരെ PGയിലേക്ക്, +2 കഴിഞ്ഞിരിക്കുന്നവരെ ഡിഗ്രി സെക്ഷനിലേക്ക് എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് മാനേജ്മെന്റിന്റെ എല്ലാ പിന്തുണയോടും കൂടി പഠിക്കുവാനുള്ള അവസരം ക്രൈസ്റ്റ് കോളേജ് നൽകുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നു പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും കോളേജിൽ സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങൾക്ക് 9946944499 എന്ന നമ്പറിലോ 048682704000 എന്ന നമ്പറിലോ 048682974001 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ ഫാദർ അനൂപ് തുരുത്തിമറ്റം, MV ജോർജ് കുട്ടി, ധന്യ മോഹൻ, ഷാമിലി ജോർജ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 28-ാം വാർഡ് ഇൻഡസൻഡ് ബാങ്ക് പടി ചിറ്റെഴുത്തുപടി റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. 5 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് റോഡിന്റെ കോൺക്രീറ്റ് പൂർത്തിയാക്കിയത്. നിരവധി കുടുംബങ്ങളുടെ ആകെ യാത്രാമാർഗമായിരുന്ന ചിറ്റെഴുത്തുപടി ഇൻഡസൻഡ് ബാങ്ക് പടി റോഡ് ഏറെ നാളുകളായി ശോച്യാവസ്ഥയിലായിരുന്നു. മുൻപുണ്ടായിരുന്ന ടാറിംഗ് ഇളകി മാറിയതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായി മാറി. മഴയുള്ള സമയങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ച് റോഡിൽ വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി 5 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ റോഡ് വളരെ കാലമായി ഇങ്ങനെ സഞ്ചാരികൾക്കുമല്ലാതെ കിടക്കുകയായിരുന്നു. പണ്ട് 5 ലക്ഷം രൂപ അനുവദിച്ച് ഇത് വർക്ക് വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് ഈ പ്രദേശവാസികളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം വർക്കെടുത്ത കോൺട്രാക്ടറും വളരെ വർക്ക് ചെയ്യുന്നതിന് വളരെ നല്ല ആത്മാർത്ഥമായിരുന്നു. അതോടൊപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ്, കട്ടപ്പന നഗരത്തിലെ എഞ്ചിനീയറിംഗ് വിങ്ങിന് ബന്ധപ്പെട്ട ആളുകളും വന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മനോഹരമായി റോഡ് പൂർത്തീകരിച്ച കോൺട്രാക്ടർക്കും
അതോടൊപ്പം ഈ നാട്ടുകാർക്കും കട്ടപ്പന നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 28ാം വാർഡിൽ ഉൾപ്പെട്ട ഈ പാത ആദ്യമായിട്ടാണ് മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജി മുത്തനാങ്കുഴി സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് നമ്മൾ കൊണ്ടുവരണം. അതായത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നടപ്പാവുകയുള്ളൂ. ഇവിടെ എത്തുന്ന ആളുകൾക്ക് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മികച്ച ലൈക്കും ഷെയറും കിട്ടുന്ന ചിത്രത്തിന് ക്യാഷ് അവാർഡും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇരട്ടയാർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികളിലെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വിവിധ വർണ്ണങ്ങളിൽ സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രശലഭത്തിന്റെ മാതൃകയിലാണ് സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെച്ചത്. നെടുങ്കണ്ടം സ്വദേശിയായ പ്രിൻസ് എന്ന ശില്പിയാണ് സെൽഫി പോയിന്റ് ഒരുക്കിയത്. ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികൾ, അതിൽ നിന്നുള്ള അടപ്പുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നല്ലൊരു നെടുങ്കണ്ടംകാരനായ പ്രിയപ്പെട്ട പ്രിൻസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ശില്പിയുടെ നേതൃത്വത്തിൽ ആ അടപ്പുകൾ കൂട്ടിക്കൊണ്ട് ഒരു നല്ലൊരു ചിത്രശലഭം പോലെ ഒരു സെൽഫി പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സെൽഫി പോയിന്റ് വന്ന് നിരവധിയായ ആളുകൾക്കെല്ലാം സെൽഫി എടുക്കാം. ഏറ്റവും നന്നായി സെൽഫി എടുക്കുന്ന ആൾക്ക് ഒരു മത്സര സമ്മാനം എന്നൊരു 3001 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ പഞ്ചായത്ത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയിൽ, വൈസ് പ്രസിഡന്റ് രജനി സജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജീനമ്മ ബേബി, ജോസ് തച്ചാപറമ്പിൽ, സെക്രട്ടറി ധനീഷ് ബി, ജോസുകുട്ടി തോണക്കര, ഹരിതകർമ്മസേനാംഗങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൈലറ്റാകണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തെ കഠിനാധ്വാനം കൊണ്ട് സഫലീകരിക്കാൻ ഒരുങ്ങുകയാണ് 24-കാരിയായ ഒരു അടിമാലിക്കാരി. ചാറ്റുപാറ സ്വദേശിനിയായ അനഘ സോമനാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച് ഫ്ലൈയിങ് പരിശീലനത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുന്നത്. ആകാശത്ത് പെൺകരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് അനഘ. ഉയരെ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റാകണമെന്ന ആഗ്രഹം അനഘയുടെ മനസ്സിൽ കുട്ടിക്കാലത്തെ കയറിക്കൂടിയതാണ്. +2 ശേഷം BBAയും ഏവിയേഷനും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുമെല്ലാം പൂർത്തീകരിച്ചപ്പോഴും പൈലറ്റാവുകയെന്ന സ്വപ്നം അനഘ കൈവിട്ടില്ല. പരിമിതികളും പരാധീനതകളും പലതുണ്ടായിട്ടും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിൽ നിന്നും അനഘ പിന്നോട്ടു പോയില്ല. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച അവസാന കടമ്പയായ ഫ്ലൈയിങ് പരിശീലനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അനഘ. ഡൽഹിയിൽ നിന്നും കമ്പ്യൂട്ട് നമ്പർ ലഭിച്ച വിസ പ്രോസസ്സിംഗ് പൂർത്തീകരിച്ചാൽ പരിശീലനത്തിനായി അനഘ അമേരിക്കയിലേക്ക് പറക്കും. ആകാശത്ത് പെൺകരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് അനഘ. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് പൈലറ്റ് ആവണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എയർ ഹോസ്റ്റസ് ഫീൽഡിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് എന്തുകൊണ്ട് ഞാനൊന്ന് മാറ്റി തിങ്ക് ചെയ്തുകൂടാ, എല്ലാവരും ചൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതായിരിക്കുമല്ലോ എന്ന് ഓർത്ത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ ഉള്ള എല്ലാവരെയും ഭയങ്കര പുച്ഛം എല്ലാവർക്കും. എസ്പെഷ്യലി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പോലും കാട്ടുവാസിയാണ്, ഫോറസ്റ്റ് ഏരിയ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും ഒരു വിലയില്ല, വാല്യൂ ഇല്ലാത്തൊരു ഇതാണ്. നമ്മളെന്താണെന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി എനിക്കിത് എൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ എനിക്ക് പറ്റുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് പ്ലസ് 2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ആയിരുന്നു എടുത്തത്, BBA ഏവിയേഷൻ. അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചു. പിന്നെ 1-2 ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്യാനിടയായി. അവർ ഈ ഫീൽഡാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിപ്പെട്ടു. പിന്നെ എയർപോർട്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞു, DGC എക്സാംസ് പാസ്സായി. അപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും പയ്യെ അറിഞ്ഞു തുടങ്ങി. ആരും ചൂസ് ചെയ്യാത്തൊരു ഫീൽഡ്.
ചൂസ് ചെയ്താലും ബോയ്സ് ആയിരിക്കും ഇത് മോസ്റ്റ്ലി ചൂസ് ചെയ്യുക, ലേഡീസ് അങ്ങനെ എടുക്കാൻ കുറവാണ്. അതുകൊണ്ട് എടുത്തു, എല്ലാവരും അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. പയ്യാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഫാമിലിയുടെ സപ്പോർട്ടാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ബേസിക്കായിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ നമുക്കിത് എടുക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. അമേരിക്കൻ ലൈസൻസ് നേടിയ ശേഷം രാജ്യത്ത് തിരികെ എത്തി ഇന്ത്യൻ ലൈസൻസിനും ഉടമയാകുക എന്നതാണ് അനഘയുടെ ആഗ്രഹം. ബാംഗ്ലൂരിലായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റിനായുള്ള തയ്യാറെടുപ്പുകൾ അനഘ നടത്തിയത്. അമേരിക്കയിൽ 1.5 വർഷക്കാലമാണ് അനഘയുടെ ഫ്ലൈയിങ് പരിശീലനം. അവസാന കടമ്പ കൂടി കടക്കുന്നതോടെ ഈ 24കാരി ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകും. ചാറ്റുപാറ ഒഴുകയിൽ സോമൻ ശോഭ ദമ്പതികളുടെ മകളാണ് അനഘ. മേഘയാണ് സഹോദരി. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ സത്യാന്വേഷിയായ മഹാത്മാഗാന്ധിയും സത്യദർശിയായ ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം നടന്നു. 1925 മാർച്ച് 12-നാണ് ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ജാതിയുടെ പേരിൽ ഈ കാലഘട്ടത്തിലും വിഭാഗീയതയുടെ ശബ്ദം ഉയരുമ്പോൾ ഗാന്ധി ഗുരു സമാഗമത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കൊച്ചുകുട്ടികളിൽ സമഭാവനയും സമത്വബോധവും വളർത്തുന്നതിനാണ് പച്ചടി SN LP സ്കൂൾ ഈ സമാഗമ ശതാബ്ദി ആഘോഷം നടത്തിയത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു പുളിക്കലെടുത്ത, മാനേജർ സജി ചാലിൽ, PK ഷാജി, സതീഷ് KV, PTA അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ എന്തായിരുന്നുവെന്നും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്തായിരുന്നു എന്നും അതിലൂടെ ഗുരുവിനും ഗാന്ധിക്കും പരസ്പരം മനസ്സിലാക്കുവാനും അറിയാനും കഴിഞ്ഞതെങ്ങനെയെന്നും ഉള്ള ശരിയായ ഒരു പഠന പ്രവർത്തനമാണ് ഈ വിദ്യാലയം ഇന്ന് ഇതിലൂടെ ഏറ്റെടുത്തത്. ഗാന്ധിജിയെ സ്വീകരിച്ചു കൊണ്ടുവരികയും ശിവഗിരി വനചാക്ഷി മണ്ഡപത്തിൽ ഇരുന്ന് നടന്ന സംഭാഷണം അതുപോലെ പുനരാവിഷ്കരിച്ചത് തികച്ചും വിജ്ഞാനപ്രദമായി മാറി. മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ മകം തിരുനാൾ മഹോത്സവം നടന്നു. മഹോത്സവത്തിന് അന്നപൂർണേശ്വരി ഗുരുകുലം ആചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈറേഞ്ചിന്റെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിലാണ് മകം തൊഴൽ മഹോത്സവം നടന്നത്. 12:30-നും 1-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മകം തൊഴൽ ചടങ്ങുകൾ നടന്നത്. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ആചാര ചടങ്ങുകൾ നടന്നത്. തുടർന്ന് മഹാ അന്നദാനവും നടന്നു. വൈകിട്ട് 5 മണിക്ക് തേക്കിൻകണ്ട് കടവിലേക്ക് ആറാട്ട് ഘോഷയാത്രയും ആറാട്ട് എതിരേൽപ്പും നടന്നു. തുടർന്ന് 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി. സോജു ശാന്തികൾ, പ്രദീപ് ശാന്തികൾ, ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ ശാന്തികൾ എന്നിവർ ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദൃഢകലശവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൊങ്കാലയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 29 ശനിയാഴ്ചയാണ് കർമ്മങ്ങൾ നടക്കുക. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോഹ പുനർപ്രതിഷ്ഠ കഴിഞ്ഞ മാസം നടന്നിരുന്നു. പ്രതിഷ്ഠയുടെ 48-ാം നാൾ ദേവചൈതന്യം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദൃഢകലശവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാപൊങ്കാലയും നടത്തുന്നത്. കാഞ്ഞങ്ങാട് ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KA ഷാജി പറഞ്ഞു. നമ്മുടെ അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ദൃഢകലശ പൂജ നമുക്ക് നടത്താൻ പോകുന്നത് ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതിയാണ്. അന്ന് ഭഗവാന്റെ ചൈതന്യം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു മഹാചടങ്ങാണ് ഈ ദൃഢകലശം എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ കലശമാണ്. അതൊരു മഹാ ചടങ്ങായി മാറ്റുന്നതിന് വേണ്ടി അന്ന് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതോടൊപ്പം തന്നെ അന്ന് ഭദ്രകാളി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടെയുണ്ട്. അന്ന് 1000 പൊങ്കാല അർപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഈ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 9 മണി മുതലാണ് മഹാപൊങ്കാല നടക്കുക. ഇതോടൊപ്പം 4:30-ന് മഹാസർവീശ്വരി പൂജയും വിധിപ്രകാരം നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് KA ഷാജി, സെക്രട്ടറി പ്രശാന്ത് മാനമൂഴിയിൽ എന്നിവർ നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജില്ലയുടെ സൂപ്പർമാനായി ആൽബിൻ ജോർജ് തോമസ് 3 കിലോ ഭാരം പുറത്തു വഹിച്ചുകൊണ്ട് 30 സെക്കൻഡിൽ 51 സൂപ്പർമാൻ ഫുൾ പുഷപ്പുകൾ എടുത്താണ്
BCA 3ാം വർഷ വിദ്യാർത്ഥിയായ ആൽബിൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതോടെ നാട്ടിലും കോളേജിലുമെല്ലാം ആൽബിൻ ഇപ്പോൾ സൂപ്പർമാനാണ്. കരാട്ടെ മാസ്റ്റർ എന്ന പേരിലായിരുന്നു മുൻപ് ആൽബിൻ ജോർജ് തോമസ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സൂപ്പർമാൻ എന്നൊരു പേര് കൂടി ലഭിച്ചിരിക്കുകയാണ്. സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതോടെയാണ് ആൽബിൻ ഇപ്പോൾ താരമായിരിക്കുന്നത്. റെക്കോർഡിന്റെ വിവിധ നിയമാവലികൾ അനുസരിച്ച് 3 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് 51 ഫുൾ ക്ലാപ്പിംഗ് പുഷപ്പുകളെടുത്താണ് ആൽബിന്റെ നേട്ടം. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ ആൽബിൻ പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ BCA 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം ഹിറ്റോറിയ കരാട്ടയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി പരിശീലനവും നേടുന്നു. കൂടാതെ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്ന മാസ്റ്റർ കൂടിയാണ് ആൽബിൻ. സഹപാഠികളും അധ്യാപകരും കോളേജ് അധികൃതരുമെല്ലാം ആൽബിന്റെ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനവും പാഠ്യേതരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യവും അവസരവും ഈ കോളേജ് അതിന്റെ മാനേജ്മെന്റ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കോളേജിനെ സംബന്ധിച്ച് വളരെ അധികം അഭിമാനമുള്ള ഒരു നിമിഷമാണിത്. നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആൽബിൻ, ഇവിടെ BCA തേർഡ് ഇയർ പഠിക്കുന്ന ആൽബിൻ സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പ് 30 സെക്കൻഡ് കൊണ്ട് 51 തവണ 3 കിലോ വെയിറ്റ് ബോഡിയിൽ വെച്ചുകൊണ്ട് ചെയ്ത് നമുക്കൊരു വേൾഡ് റെക്കോർഡ് നേടി തന്നിരിക്കുന്നു. റെക്കോർഡ് നേടിയതോടെ പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പിലാണ് ആൽബിൻ. എന്റെ 2-3 വർഷത്തെ കഠിനമായ ഒരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഞാനിത് കരാട്ടെയാണ് പഠിക്കുന്നത്. അപ്പോൾ കരാട്ടെ മാർഷൽ ആർട്സിനോട് ബന്ധിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഇവിടുന്ന് പാസ് ഔട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു നേട്ടം കോളേജിനോട് കൂടി കൊടുക്കണമെന്ന് അങ്ങനെ ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്ക് പൂർണ്ണമായ മോട്ടിവേഷൻ നൽകുവാനും എനിക്ക് സപ്പോർട്ട് ചെയ്യുവാനും എന്നെപ്പറ്റി അന്വേഷിക്കുവാനും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിൻസിപ്പൽ സാറും ഞങ്ങളുടെ അനൂപച്ചൻ അഡ്മിനിസ്ട്രേറ്റർ അച്ഛനാണെങ്കിലും എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കുവാനും എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് യോഗ പഠിപ്പിച്ചു തരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ദേവസ്യ സാറുണ്ട്. ഇവിടെ ഹിന്ദി അധ്യാപകനാണ്. സാറിൻ്റെയും തക്കതായ മോട്ടിവേഷനും ഇതിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും അഭിമാനത്തോടെ എനിക്ക് പറയുവാനുള്ളത് എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ആശാൻ, എൻ്റെ മാസ്റ്റർ സോജിൻ സംബായിനെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. കാട്ടുപാറയിൽ തോമസ് വർക്കി റിജി ദമ്പതികളുടെ മകനാണ് ആൽബിൻ. കരാട്ടെ പരിശീലനത്തിനൊപ്പമാണ് ഫുൾ ക്ലാപ്പിംഗ് പുഷപ്പ് പരിശീലനം നടത്തിയത്. സെൻസായി സോജി ചാക്കോ നരിമറ്റത്തിലാണ് കരാട്ടയിൽ പരിശീലനം നൽകിയത്. ലഹരിയുടെ പാതയിലേക്ക് യുവതലമുറ വഴിതിരിഞ്ഞു നടക്കുമ്പോൾ ആൽബിൻ യുവതലമുറയ്ക്ക് വലിയ മാതൃകയാണ് സമ്മാനിക്കുന്നത്. ഇനി മാർഷൽ ആർട്സിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ 21-കാരൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട് 202, വിൽപ്പനയ്ക്ക് വന്നത് 44,952, വിൽപ്പന നടന്നത് 43,457. കൂടിയ വില 3,004, ശരാശരി വില 2,651. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പൂ 825, കൊക്കോ 170, റബ്ബർ 190.
സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 865 രൂപ, വെള്ളി 109. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ട്രാക്ക് ചെയ്യാൻ വനം വകുപ്പ് ശ്രമം തുടങ്ങി. ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾ കടുവയെ കണ്ടത് ഗ്രാമ്പി വെടിക്കുഴിയിൽ. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. വണ്ടൻമേട് ചേറ്റുകുഴിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ മോഷണം. മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയത് ടൗണിലെ പൊന്നു സ്റ്റോഴ്സിൽ നിന്ന്. സംഭവത്തിൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ജീവനക്കാരനായ അജിത് കുമാറിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചറ ആനപ്പാറയിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി. കേരള ചരിത്രത്തിന്റെ പ്രാധാന്യമർഹിക്കുന്ന കണ്ടെത്തൽ. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ ഗവേഷണത്തിൽ പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ലഭിച്ചതായി അധികൃതർ. വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളമെത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്ന ആവശ്യം. വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യം. ഏതാനും ചിലയിടങ്ങളിൽ പേരിനെങ്കിലും വെള്ളം ലഭിക്കുന്നുവെങ്കിലും പൈപ്പും ടാപ്പും സ്ഥാപിച്ച മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.